ഹലോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇപ്പോൾ സമയം എത്ര അറിയോ? 1:30. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നവളുടെ ബ്ലൗസ് തയ്ക്കാൻ ഇരിക്കുക കേട്ടോ. ഇവളാണെങ്കിൽ ഒരു 11 മണിക്ക് ബ്ലൗസ് കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ സാരി എടുക്കുന്നത്, എനിക്ക് ബ്ലൗസ് അടിക്കണം എന്ന് പറഞ്ഞിട്ട്. അവളൊരു 11 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് തുണി കൊണ്ട് തന്നു ബ്ലൗസ് അടിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ അപ്പോൾ ഒന്നും അടിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് സമയം പോകും. പിന്നെ സംസാരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ അല്ലേ. അങ്ങനെ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഇതാ ബ്ലൗസ് കഴിക്കാനിരിക്കുന്നു കേട്ടോ. നാളെ 8 മണിക്കാണ് കേട്ടോ കല്യാണ ബസ് വരെ. അതിൽ കയറേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ് ബ്ലൗസ് തയ്ച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് സീരിയസ് ആയി. കാരണം വെച്ചാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്ലൗസ് തയ്ച്ച് കിട്ടില്ലേ, നാളെ ഇടാനുള്ളതാണേ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഫാസ്റ്റായിട്ട് ഇതാ ബ്ലൗസ് തയ്ക്കേണ്ട ഒരു തിരക്കിലാണേ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് ഒരാളിതാ കയ്യിൽ മാങ്ങയും ഇതൊക്കെ എടുത്തിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്ന എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞാ നല്ല മഴ. ആ മഴയ്ക്ക് തന്നെ ഒരു തണുപ്പൊക്കെ കിട്ടിയതാ ഒരാൾ കിടന്നിട്ടോ ഉറങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ ബ്ലൗസ് തുന്നി കഴിഞ്ഞിട്ടോ. അങ്ങനെ അടുത്തത് ഹുക്ക് വെക്കണം. ഹുക്കൊന്നും ഞങ്ങളെ കയ്യിലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്ലൗസ് തയ്ക്കണം എന്നുള്ളൊരു പ്ലാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഴയ ബ്ലൗസിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടാണ് ഹുക്ക് വെച്ചത്. രണ്ടും നല്ല ഉറക്കം കേട്ടോ. പിന്നെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. അങ്ങനെ അതിനെ ഐറ്റുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി അവളോട് പറഞ്ഞു നീ ഉറങ്ങുമൊന്നും വേണ്ട, സമയം 6 മണിയായേ, 8 മണിക്ക് ബസ്സാണ്. അങ്ങനെ ഞങ്ങളിതാ കല്യാണത്തിലേക്ക് പോയി. ഓക്കെ, ബായ്.